സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. കണ്ണുകൾ ഇറുകി കുടിച്ചാണ്ടവൻ തിരിഞ്ഞു നടന്നു. അവളുടെ ചങ്ക് പൊട്ടിയുള്ള തേങ്ങൽ ആ മഴയിൽ ചേർന്നില്ലാതാകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. മഷൂദ്! പുറകിൽ നിന്നും വാപ്പച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ഒരു കൈ സുറുമിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടയാൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. മഴത്തുള്ളികൾ അയാളെയും സുറുമിയെയും നനച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഊർന്നു വീണു. അവൻ്റെ അടുത്തെത്തിയതും അയാൾ അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു. പരസ്പരം കാണാതിരിക്കുമ്പോൾ മറക്കാൻ പറ്റുന്ന ബന്ധമാണ് നിങ്ങളുടേതെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നെങ്കിലും എല്ലാം മറന്ന് സുറുമി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് പ്രതീക്ഷയുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ബോധ്യമായി, പരസ്പരം കാണാതിരുന്നാലോ സംസാരിക്കാതിരുന്നാലോ അവസാനിക്കുന്നതല്ല നിങ്ങളുടെ ബന്ധമെന്ന്. നിന്നെ മറക്കാൻ ഇവൾക്കോ ഇവളെ മറക്കാൻ നിനക്കോ സാധിക്കില്ല എന്ന്. പേരും പെരുമയും കൊണ്ടല്ല, രണ്ടുപേർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഒരു ബന്ധത്തിൻ്റെ നെടുന്തൂണെന്ന്. ഇവളുടെ തകർന്നുള്ള നിൽപ്പും നിന്നെ ഈ നിസ്സഹായാവസ്ഥയും എന്നെപ്പോലെ അലിയിപ്പിച്ച് കളഞ്ഞല്ലോടാ. പറഞ്ഞു തീർന്നപ്പോഴേക്കും നേർന്നു പോയിരുന്നു അയാളുടെ ശബ്ദം. നിങ്ങൾ ചേരേണ്ടവരാണ്, നിങ്ങൾ തന്നെയാണ് ചേരേണ്ടത്. അയാൾ അവൻ്റെ പുറത്ത് സ്നേഹത്തോടെ തട്ടി. കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു മഷൂദും സുറുമിയും. ഡാ, എന്താടാ സന്തോഷമില്ലാത്തത്? നിനക്ക് വേണ്ട ഇവളെ? നിന്റെ പെണ്ണായി നീ എടുത്തോടാ, അവൾ നിനക്കുള്ളത് തന്നെയാ. അയാൾ അവൻ്റെ തോളിൽ പിടിച്ചുലച്ചു. സുറുമി മോളെ, ഇനിയെങ്കിലും എൻ്റെ മുഖത്തൊന്ന് നോക്കി സംസാരിക്കടി. വാക്കുകളിൽ ദയനീയത നിറഞ്ഞു പറയുന്നതിനോടൊപ്പം അയാൾ അവളെ നെഞ്ചോട് ചേർത്തു. പാപ്പച്ചി സോറി, സ്നേഹിച്ചു പോയി, മറക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വെറുക്കല്ലേ. അവളുടെ കൈ അയാളെ ചുറ്റി. ആ നെഞ്ചിൽ കിടന്നവൾ വിങ്ങിപ്പൊട്ടി. ഇല്ലേ മോളെ, ഒരു വെറുപ്പുമില്ല. പൂർണ്ണ സന്തോഷത്തോടെ സംതൃപ്തിയോടെയാണ് ഞാൻ പറയുന്നത്. ഇനിയും നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് എൻ്റെ വാശിയിൽ ഞാൻ ഉറച്ചു നിന്ന നീ ഈ ഗേറ്റ് കടക്കുന്നതോടെ എൻ്റെ മോൾ ചങ്കുപൊട്ടി കരയുന്നത് ഞാൻ കാണേണ്ടി വരും. കുടുംബത്തിന് വേണ്ടി അവൾ ജീവിക്കുമായിരിക്കും, പക്ഷേ അത് വെറും ജീവനുള്ള സുറുമി മാത്രമായിരിക്കും. ചിരിക്കാതെ സംസാരിക്കാതെ ഒന്ന് കരയുക പോലും ചെയ്യാതെ അവൾ നേറി ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. ഇപ്പം തന്നെ അവളുടെ മൗനം ഈ വീട്ടിലുള്ളവരുടെ സമാധാനം തച്ചുടച്ചു. ഇനി എൻ്റെ മോൾ അങ്ങനെ കാണാൻ എനിക്ക് വയ്യ മഷു. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെയാണ് പറയുന്നത്. എനിക്ക് സമ്മതമാണ്, ഞാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ കൈപിടിച്ച് തരും എൻ്റെ മോളെ നിനക്ക്. അയാൾ മറുകൈക്കൊണ്ട് മനുഷ്യനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു മുമ്പ് തൻ്റെ മോൾ ചങ്ക് തകർന്ന് ദയനീയമായി പൊട്ടിക്കരഞ്ഞ രംഗം ഓർക്കും തോറും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഒരിക്കലും പിരിക്കില്ലെന്ന പോലെ രണ്ടുപേരെയും അയാളോട് മാറോടണച്ചു. പെഴുതെഴുന്ന മഴയ്ക്ക് മീതെ വാപ്പച്ചിയുടെ ചൂടേറ്റ് ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ പെയ്തൊഴിഞ്ഞ മാനം പോലെ അവളുടെ മനസ്സും തെളിഞ്ഞിരുന്നു. കണ്ണുകൾ ഉയർത്തി വാപ്പച്ചിയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന മഷൂദിനെ നോക്കി സുറുമി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ചിമ്മിക്കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. കൂടെയുണ്ടെന്ന് പറയാതെ പറയും പോലെ. ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾക്കൊപ്പം അവളുടെ കണ്ണുകളും പെയ്യുന്നുണ്ടായിരുന്നു. വരാൻ പോകുന്ന വസന്തകാലത്തിൻ്റെ മധുരമാർന്ന ഓർമ്മയിൽ അവളുടെ കവിളുകളും രക്തമായി ഉയരെ നാളുകൾക്ക് ശേഷം ചുണ്ടുകളിൽ വിരിവിരിഞ്ഞു. കല്യാണത്തിനുള്ള വാപ്പച്ചിയുടെ സമ്മതം അത്ഭുതത്തോടെയും അതിലുപരി സന്തോഷത്തോടെയാണ് ഉമ്മയും സമീറയും കേട്ടത്. മഴ തോർന്ന് ഏറെ വൈകി വീട്ടിലെത്തിയ സൽമാനും ആദ്യമൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ പതിവില്ലാത്ത വിധം പുഞ്ചിരിയോടെ അവനെ കാത്തുനിന്ന സുറുമിയെ കണ്ടപ്പോൾ വിശ്വസിക്കാതിരിക്കാനും നിർവാഹമില്ലായിരുന്നു. കൂടെ വാപ്പച്ചിയുടെ നാവിൽ നിന്നും കാര്യം സത്യമാണെന്ന് അറിഞ്ഞപ്പം സുറുമിയെ ഇറുകെ പിണർന്നുകൊണ്ടവൻ സന്തോഷം പ്രകടിപ്പിച്ചു. അന്നേറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും സൽമാനെ സുറുമിയുടെ കുറുമ്പും കളിച്ചിരികളും വലിയെടുത്ത വീട്ടിൽ ഉയർന്നു കേൾക്കുകയും ചെയ്തപ്പം കുറച്ചൊന്ന് വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തെങ്കിലും വൈകിയാണെങ്കിലും താനെടുത്ത തീരുമാനം തെറ്റിയില്ലെന്നോർക്കെ വാപ്പച്ചിയുടെ മനസ്സ് അഭിമാനം കൊണ്ടു. പിറ്റേന്ന് രാവിലെ തന്നെ കുടുംബത്തിൽ അടുത്ത ബന്ധുക്കളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും കൂടി ആലോചിക്കുകയും ചെയ്തു വാപ്പച്ചി. ഉച്ചയോടെ യാത്ര കഴിഞ്ഞ് റംസാനും എത്തിയതോടെ പിറ്റേന്ന് രാവിലെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആണുങ്ങൾ കുറച്ച് ആളുകൾ മാത്രമായി വെങ്ങാട്ട് വീട്ടിൽ പോകാൻ തീരുമാനമായി. വാപ്പച്ചി തന്നെ മഷൂദിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. വലിയടത്ത് നിന്ന് മുതിർന്ന ആളുകൾ മാത്രം വരുന്നത് കൊണ്ട് മോശമാക്കാത്ത വിധം നല്ലൊരു വിരുന്ന് തന്നെ മഷൂദ് ഒരുക്കിയിരുന്നു. കാര്യം അറിഞ്ഞപ്പോടെ നിഹാലെത്തിയത് കൊണ്ട് വലിയ ടെൻഷനില്ലാതെ പരിപാടികൾക്ക് ഒരുക്കങ്ങൾ നടത്താൻ മഷൂദിന് പറ്റി. വലിയടത്ത് നിന്നെത്തിയ അതിഥികളും മഷൂദിൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും വീട്ടിൽ മുതിർന്ന ആണുങ്ങളും പരസ്പരം പരിചയപ്പെടുകയും കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തു. വാപ്പച്ചി ഭയന്ന പോലെ ആരും ബന്ധത്തിന് എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്ന് രണ്ടാളുകൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, ഇതിൽ നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നില്ലെന്ന രീതിയിൽ സംസാരിച്ചു. അവരോട് സമീറയുടെ ജീവിതം ഉദാഹരണം കാണിച്ചുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന മട്ടിൽ തന്നെ വാപ്പച്ചി സൗമ്യതയോടെ വിശദീകരിച്ചതോടെ ആ മുറുമുറുപ്പുകളും അവസാനിച്ചു. 2 ദിവസമായി കോളേജിലേക്ക് വരുന്ന സുറുമിയും ആകമൊത്ത മാറ്റമാണ്. പഴയതിലേറെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമാണ് അവൾ വന്ന് അന നെടുവീർപ്പോടെ ഓർത്തു.
കുറച്ച് ദിവസമായുള്ള അവളുടെ മൗനം തന്നെയും ഏറെ അസ്വസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ടാണല്ലോ ഇക്കാക്കാനോട് പറഞ്ഞ് സുർമിയുടെ അവസ്ഥ മഷുച്ചയെ അറിയിച്ചത്. വേറൊന്നും പ്രതീക്ഷിക്കാതെ സുർമിയെ ഒന്ന് നേരിൽ കണ്ട് സമാധാനിപ്പിക്കണം, മൂടിക്കെട്ടിയിരിക്കാതെ പഴയ പോലെ ഉത്സാഹത്തിലും സന്തോഷത്തിലും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് മാറ്റിയെടുക്കാനും കൂടിയായി വരുന്നതായിരുന്നു മഷൂച്ച. പക്ഷെ വന്ന അന്ന് തന്നെ വാപ്പച്ചിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉഗ്രം പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് മഷൂച്ച സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പാവം ഇക്കാക്കയെ വിളിച്ച് വാപ്പച്ചി സമ്മതിച്ച കാര്യം വിവരിക്കുമ്പം മഷൂച്ച സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു എന്ന്. വാപ്പച്ചി സമ്മതം മൂളിയ സന്തോഷം നേരിൽ കണ്ട് പ്രകടിപ്പിക്കാനും മഷൂദിൻ്റെ വീട്ടിൽ കാരണവന്മാരെല്ലാം പോകുന്നുണ്ടെന്ന വാർത്ത നേരിട്ട് സഫയെ അറിയിക്കാനുമായി ഇന്നലെ വൈകിട്ട് സൽമാൻ വന്നെങ്കിലും അധികം ഒന്ന് സഫയുമായി കുറുകാൻ സുർമി സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ വാപ്പച്ചി സമ്മതിക്കാത്ത നാളുകളിൽ അവരുടെ കണ്ടുമുട്ടലുകളും കുറുകലും സുർമിയെ കൂട്ടാൻ വരുമ്പോഴും മറ്റുമായി അതിൻ്റെ മുറ പോലെ നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം അവർക്ക് സംസാരിക്കാനുള്ള അവസരമൊന്നും സുർമി കൊടുത്തില്ല. അവർ കാണുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും അംശം പോലും തനിക്കും മഷൂദിനും പറ്റാറില്ല എന്ന കുശുമ്പുണ്ടായിരുന്നു അതിൽ. അത് വേണം പറയാൻ. ബാക്കിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞുകൊണ്ട് സുർമി അവർക്കിടയിൽ കട്ടുറുമ്പാവുകയായിരുന്നു. ഇന്ന് ആണുങ്ങൾ മാത്രം പോകുന്ന ചടങ്ങായതുകൊണ്ട് സുർമി കോളേജിലെത്തിയിരുന്നു. വെങ്ങാട്ട് വീട്ടിൽ വെച്ചായതുകൊണ്ട് സഫ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കണ്ടതിൽ കവിഞ്ഞ് മഷൂദിൻ്റെ ഒരു വിവരം സുർമിക്കില്ലായിരുന്നു. ഇന്നലെ ചോദിക്കാൻ വന്നപ്പോഴേക്കും സൽമാൻ വന്നതോടൊന്നും ചോദിക്കാനും പറ്റിയില്ല. വൈകാതെ സ്വന്തം പ്രോപ്പർട്ടി തന്നെ ആവുമടി, അതുവരെ നീ ഒന്ന് ക്ഷമി, ഒന്ന് കാണാൻ കൂടെ വന്നില്ലല്ലോ എന്ന് അവളുടെ പരിഭവം മുറുകുറുപ്പും കേൾക്കുമ്പോഴൊക്കെ ഹൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. ഉച്ചയോടെ പരിപാടി തീരും. അതുകൊണ്ട് തന്നെ അന്ന് സുർമിയെ കാണാൻ മഷൂദ് വരുമെന്ന് അവൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നെങ്കിലും അവൻ വന്നില്ല. അവൻ വരാത്തതിലും പരിഭവത്തിലും കുറുമ്പിലും വീട്ടിലെത്തി അവളെ വരവേറ്റത് ഷെറിയുടെ ലാസ്റ്റ് ഡേറ്റിൻസ് അധിക ദിവസങ്ങളില്ലാത്തത് കൊണ്ടും മഷൂദിന് അധികം ലീവില്ലാത്തത് കൊണ്ടും അടുത്ത ഞായറാഴ്ച കല്യാണം എന്ന വാർത്തയായിരുന്നു. കല്യാണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര അടുത്ത ദിവസത്തെ കല്യാണത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടാണ് വെങ്ങോട്ട് പോയവർ തിരിച്ചു വരുമെന്ന് സുർമി മാത്രമല്ല വലിയടുത്ത വീട്ടിലെ മറ്റ് അംഗങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വെറും 9 ദിവസമാണ് അവർക്ക് മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണമെടുക്കലും സുർമിക്കും സഫക്കുള്ള ഡ്രസ്സ് എടുക്കലും തയ്പ്പിക്കാൻ കൊടുക്കലും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു. കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും ക്ഷണവും മറുഭാഗത്തും. വലിയടുത്ത വീട്ടിലെ അവസാനത്തതും അത് രണ്ടുപേരുടെയും കൂടെ ആയതുകൊണ്ട് നാട്ടുകാരെ വിളിച്ചുകൊണ്ടുള്ള കല്യാണം വേണമെന്ന് വാപ്പച്ചിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അത്രയും വലിയൊരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നത് വളരെ ശ്രമകരമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവും പകലും മാറി മാറിയിരുന്ന് കല്യാണ ദിവസം വന്നെത്തിയതും എല്ലാം പെട്ടെന്നായിരുന്നു. 2 നിക്കാവും ആളിൽ വെച്ചാണെങ്കിലും തലേന്ന് അടുത്ത കുടുംബക്കാർക്കും വീട്ടുകാർക്കും ക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ വലിയടുത്ത് വീട്ടിൽ പന്തൽ ഉയർന്നു. അകലെയുള്ള കുടുംബക്കാരൊക്കെ വലിയടുത്ത് വന്നു തുടങ്ങി. ദിവസം അടക്കുന്തോറും സുർമിയുടെ ഉള്ളിൽ ഭയവും വെപ്രാളവും നിറഞ്ഞൊരു അസ്വസ്ഥമായിരുന്നു. അന്ന് കണ്ടതിൽ പിന്നെ മഷൂദിനൊന്ന് കാണാൻ പോലും പറ്റാത്ത നിരാശ ഒരു ഭാഗത്തും, ഒന്ന് കണ്ട് സംസാരിച്ചെന്നെങ്കിൽ ഉള്ളിലെ പിരിമുറുക്കത്തിന് കുറച്ചൊരു അയവ് എന്നതിനെന്നൊരു പ്രതീക്ഷ മറുഭാഗത്തും. തയ്പ്പിക്കാനുള്ള ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളും ചോദിക്കാനും മറ്റും സഫക്ക് അങ്ങോട്ടും അവൾ ഇങ്ങോട്ടും വിളിച്ചെന്നല്ലാതെ കഴിഞ്ഞ ഒരാഴ്ച പിടിച്ചത് ഒരുക്കങ്ങളുണ്ടായതുകൊണ്ട് കോളേജിൽ പോകാനോ തിരക്കൊഴിഞ്ഞ മനസ്സിൽ ആദ്യം ഹനയോട് പോലൊന്ന് പങ്കുവെക്കാനോ പോലും പറ്റിയിട്ടില്ല. സഫയെ ഉമ്മ കണ്ടിട്ടില്ലാത്തത് കൊണ്ടൊന്ന് പോയി കാണാൻ വാപ്പച്ചിയോട് അനുവാദം ചോദിച്ചെങ്കിലും വീട്ടിലെ പെയിൻറ്റിങ്ങിനും മറ്റും വന്ന ജോലിക്കാരും അവർ പോയി കഴിഞ്ഞുള്ള കോളിങ്ങിനും കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ സമയമില്ലാത്തത് കൊണ്ട് അവളെ ഒന്ന് കാണാൻ പോകാൻ പോലും പറ്റിയില്ലെന്നത് വേറൊരു സത്യം. ഷെറിയെ കൊണ്ട് ഭാരിച്ച പണികൾ യാത്രകളും ഒരേ നിൽപ്പും പറ്റാത്തത് കൊണ്ട് എല്ലാത്തിനും ഞാനൊരാൾ ഓടി നടന്നാണെന്ന പരിഭവമായിരുന്നു 2-3 തവണ വിളിച്ചപ്പോഴും സഫക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മഷൂദിനെ പറ്റി ചോദിച്ചാലും അവൾ ഇവിടെ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ടെന്ന ഒരിക്കലും മറ്റൊരു പരിപാടിയായിരിക്കും. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവളോട് ചോദിക്കാനും സുർമിക്ക് തോന്നിയില്ല. തിരക്കായതുകൊണ്ട് കാണാൻ വരാത്തതാണെന്ന് സ്വയം മനസ്സിനെ സമാധാനിപ്പിച്ചാലും ഒന്ന് വിളിച്ചു നോക്കിയതുപോലും ഇല്ലല്ലോ എന്ന ചിന്ത മനസ്സിനെ മന്ദിച്ചു കൊണ്ടിരുന്നു. ലാൻഡ് ഫോണിലേക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ സെലുക്കയുടെ ഫോണുണ്ടല്ലോ, ഒരു 5 മിനിറ്റെങ്കിലും തിരക്കൊക്കെ മാറ്റിവെച്ചൊന്ന് വിളിച്ചൂടെ? 2-3 തവണ പറഞ്ഞു പഠിച്ച ചോദ്യവുമായി സൽമാൻ്റെ അടുത്തേക്ക് പോയെങ്കിലും ചോദിക്കാനുള്ള ചമ്മൽ കാരണം ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരികെ പോരേണ്ടി വന്നവർക്ക്. ഓരോ പ്രാവശ്യവും പല കാരണങ്ങളും പറഞ്ഞ് ചോദിക്കാൻ വന്ന കാര്യം മാത്രം ചോദിക്കാനാകാതെ വിമിഷ്ടപ്പെടുന്ന സുർമിയെ കാണുമ്പോഴൊക്കെ സൽമാൻ്റെ ഉള്ളിൽ ചിരി പൊട്ടു. തലേന്ന് അയൽവാസികളുടെയും കുടുംബക്കാരുടെയും തിരക്കിനിടയിൽ കിട്ടിയ അവസരം നോക്കി ഹനയെ വലിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി സുർമി. മനസ്സിലെ ആദ്യം വെപ്രാളവും പങ്കുവെക്കുന്നതിനോടൊപ്പം മഷൂദ് ഒന്ന് വിളിച്ചുപോലും നോക്കാത്തതിലുള്ള പരിഭവവും അവൾ പങ്കുവച്ചു. ആദ്യം കുറേ കളിയാക്കിയാലും കുറുകോടെ ചുണ്ടുകൂർപ്പിച്ച് കുറുമ്പ് കാണിച്ച സുർമിയുടെ മുഖം കണ്ടപ്പം ഹന തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കല്യാണം ക്ഷണിക്കാൻ ഉമ്മാൻ്റെ കൂടെ പോകണം, ഡ്രസ്സ് എടുക്കാനും അത് തയ്പ്പിക്കാനും കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്കും സഫയുടെ കൂടെ പോകണം, തലേന്ന് പിറ്റേന്നുള്ള പരിപാടികൾക്കുള്ള ആളുകളെ അതാത് സമയത്ത് ഏൽപ്പിക്കാൻ ഓടണം. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഇവിടെ സൽമാൻക്കും വാപ്പച്ചിക്കുള്ള ഉത്തരവാദിത്തങ്ങളെ അവിടെ മഷൂദിൻ്റെ മാത്രമാണ്. ഹന കാരണങ്ങൾ നികത്തി അവൻ്റെ അവസ്ഥ ബോധിപ്പിച്ചപ്പോൾ ശരിയാണെന്ന് സുർമിക്കും തോന്നി. എന്നാലൊരു 5 മിനിറ്റ് വിളിച്ചൂടെ?
അതിനത്ര പെരുത്ത് സമയം വേണോ? സ്വയം എത്ര ആശ്വാസം കണ്ടെത്തിയാലും അതിനെല്ലാം നിഷ്പ്രയാസം തൂത്തെറിയാൻ ഒരു സംശയം മാത്രം. ഇന്നാണ് കല്യാണം. വലിയടത്ത് വീട്ടിൽ സൽമാൻ, വെങ്ങോട്ട് വീട്ടിൽ സഫിയും, വെങ്ങോട്ട് വീട്ടിൽ മഷൂദ്, വലിയടത്ത് വീട്ടിൽ സുർമിയും തൻ്റെ പാതിയാക്കുന്ന ദിവസം. രാവിലെ 11 മണിക്കാണ് നിക്കാഹ്. 10:30 കഴിഞ്ഞതോടെ മഷൂദ് വീട്ടുകാരും എത്തി. റോയൽ ബ്ലൂ വെഡ്ഡിംഗ് സ്യൂട്ടായിരുന്നു അവൻ്റെ വേഷം. അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ സ്യൂട്ടാണ് സൽമാനും ധരിച്ചത്. നിക്കാഹ് ആണുങ്ങളുടെ മാത്രം പരിപാടി ചെയ്തുകൊണ്ട് മഷൂദിനൊപ്പം വന്ന സഫയെ, സമീറയും കുടുംബത്തിലെ തന്നെ മറ്റു പെൺപിടകളും എല്ലാം ചേർന്ന് സൽമാൻ ഒരു നോക്കുപോലും കാണിക്കാതെ തന്നെ റിസപ്ഷൻ ഹാളിൻ്റെ പുറകിലെ സീറ്റിൽ സുറുമിക്കടുത്തായി കൊണ്ടിരുത്തി. റിസപ്ഷൻ ഹാളിലേക്ക് വന്ന് കയറിയ മഷൂദിൻ്റെ കണ്ണുകൾ ആദ്യം ചുറ്റുമൊന്ന് പരുതി. നോക്കണ്ടളിയാ, ഒളിപ്പിച്ചു വെച്ചേക്കുക, ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് കാക്ക്. സുറുമിയുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അവൻ ചമ്മിയ ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി. വാപ്പച്ചിയും സൽമാനും കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങളും അവനെ സ്വീകരിച്ചിരുത്തി. ആദ്യം സൽമാൻ മഷൂദിൻ്റെ കയ്യിൽ കൈകോർച്ചേർത്ത് എല്ലാവരെയും സാക്ഷിയാക്കി വചനങ്ങൾ ഏറ്റുപറഞ്ഞ് സഫയെ തൻ്റെ പാതിയാക്കി. പരസ്പരമുള്ള ആലിംഗനത്തിന് ശേഷം സഫക്കുള്ള മഹർ സൽമാൻ മഷൂദിനെ ഏൽപ്പിച്ചു. പിന്നെ വരൻ്റെ സ്ഥാനത്ത് മഷൂദും അതുവരെ സുറുമിയെ സംരക്ഷിച്ച വ്യക്തി എന്ന നിലയിൽ വാപ്പച്ചിയും പരസ്പരം കൈപിടിച്ച് കാത്തിരിപ്പിന് നോവുകൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് മഷൂദ് വചനങ്ങൾ ഏറ്റുപറഞ്ഞു. സുറുമിയെ തൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും പാതിയാക്കി. വലിയടത്ത് അഹമ്മദ് ഹാജിയുടെ മകൾ സുർമിയ ഈ സ്വർണ്ണ മഹറാക്കി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ സ്വരമിടറാതിരിക്കാൻ അവൻ പണിപ്പെട്ടു. മഷൂദ് സുർമിക്കുള്ള മഹർ വാപ്പച്ചയെ ഏൽപ്പിച്ച ശേഷം പരസ്പരം ആലിംഗനം ചെയ്തു. 2 കുടുംബാംഗങ്ങളും തമ്മിലുള്ള കുശലാന്വേഷണങ്ങളും ഫോട്ടോ എടുപ്പും ശേഷം ഇരു വീട്ടുകാരും ചേർന്ന് സഫയും സുർമിയും സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. കടുനീല കളർ ചോളിയും അതിലേക്ക് ഇളം റോസ് കളർ ദുപ്പട്ടയുമായിരുന്നു സുർമിയുടെ വേഷം. മുടിയൊന്നും കാണാത്ത രീതിയിൽ ദുപ്പട്ട ഭംഗിയായി പിൻ ചെയ്തിരുന്നു. അവൾക്ക് ഉപയോഗിക്കാനുള്ള സ്വർണത്തിൻ്റെ കവിഞ്ഞ് ഒരു തരി പോലും ഏറെ വേണ്ടെന്നുള്ള കടുത്ത നിർദ്ദേശം കൊടുത്തിരുന്നു മഷൂദ്. അങ്ങനെ ഏറെ ഉണ്ടെങ്കിൽ തന്നെ വലിയടത്ത് തിരിച്ചേൽപ്പിക്കുമെന്ന് വാപ്പച്ചിയോടും സൽമാനോടും പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ലളിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് ഭംഗിയായി ഒരുങ്ങിയാണ് സുർമി എത്തിയത്. പാസ്റ്റൽ ഗ്രീൻ ലഹങ്കയായിരുന്നു സഫയുടെ വേഷം. തിരിച്ച് സൽമാനും അതേ കാര്യം പറഞ്ഞതുകൊണ്ട് സഫയെ മിതമായ ആഭരണങ്ങൾ ധരിച്ച് ഭംഗിയായി ഒരുങ്ങിയാണ് വന്നത്. എല്ലാവരും പാട്ടും ആരഘോഷമായി പുതുനാരികളെ സ്റ്റേജിലേക്ക് കയറ്റി. ഒരുപാട് പേരുടെ നടുവിലായി വരുന്ന തൻ്റെ പാതിയെ ചെറുചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു സൽമാനും മഷൂദും. സൽമാൻ്റെ മഷൂദിൻ്റെ നടുവിലായി സഫയും സുർമയും കൊണ്ടു നിർത്തി. ജ്വല്ലറി ബോക്സ് തുറന്ന് സമീറയാണ് മഹർ സൽമാൻ്റെ കയ്യിൽ കൊടുത്തത്. സൽമാൻ സമീറയുടെ കയ്യിൽ നിന്നും മഹർ വാങ്ങി സഫയെ അണിയിച്ചു. ഏത് നിമിഷവും പെയിനുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഷെറിയുടെ കല്യാണം കഴിയുന്നത് വരെ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഇരുത്തിപ്പോയതാണ് നിയാസ്. അതുകൊണ്ട് ഷെറിക്ക് പകരമായും സമീറ തന്നെയാണ് മഷൂദിൻ്റെ കയ്യിൽ മഹർ കൊടുത്തത്. അത് വാങ്ങി സുർമിയുടെ കയത്തിൽ അണിയിക്കുമ്പോൾ മാത്രമാണ് അവനൊന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയത്. നോട്ടം താഴേക്ക് പതിപ്പിച്ചുകൊണ്ട് മഹർ ഏറ്റുവാങ്ങുകയായിരുന്നു അവളപ്പോൾ. തന്നെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന സുർമിയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് പരുതുകയായിരുന്നു മഷൂദും. 2 ഉമ്മമാരും വന്ന് 2 പേരുടെ കയ്യിലും ഓരോ വളകൾ വീതം ഇട്ടുകൊടുത്തു. സൽമാൻ്റെ ഉമ്മ സ്നേഹത്തോടെ സഫയെ ചേർത്ത് പിടിച്ചപ്പോൾ മഷൂദിൻ്റെ ഉമ്മ സുർമിയുടെ നെറുകിലായി ഒരു സ്നേഹചുംബനം നൽകി. ഓരോരുത്തരായി വരികയും പരിചയപ്പെടുകയും വധുവാരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും സുർമിയുടെ മുഖത്തെ ഭാവം അറിയാനുള്ള ശ്രമത്തിലായിരുന്നു മഷൂദ്. വന്നവരോടും പോകുന്നവരോടും ചിരിക്കുന്നു സംസാരിക്കുന്നു എന്നല്ലാതെ പെണ്ണൊന്നും നോക്കുന്ന പോലുമില്ല. സൽമാനെ പാളി നോക്കിയപ്പം സഫക്കൊപ്പം നിന്ന് പഞ്ചാരടിച്ച് ചിരിക്കുന്നു. സൽമാൻ്റെ നോട്ടം വീണതും പല്ലിറുമിക്കൊണ്ടവൻ സുർമിയെ കണ്ണു കാണിച്ചു. കയ്യിലെ കർച്ചീഫ് കൊണ്ട് മുഖത്ത് പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് നോപ്പി ദുപ്പട്ട ശരിയാക്കുകയാണ് സുർമി. അറിയാതെ പോലെ മഷൂദിനെ നോക്കുന്ന പോലുമില്ലെന്ന് കണ്ടതും ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് സൽമാൻ ചിരിയെടുക്കാൻ പാടുപെട്ടു. കണ്ണുകൾ കൊണ്ട് ഒരു കോപ്രാവസം പോഞ്ചെങ്കിലും ചുണ്ടുപയോഗിച്ച് കാരിയോൺ എന്നും പറഞ്ഞ് കാണിച്ചു സൽമാൻ. ആദ്യത്തെ ബഹളമൊന്ന് അടങ്ങിയതും കിട്ടിയ അവസരത്തിൽ അവളുടെ ശ്രദ്ധയൊന്ന് ആകർഷിപ്പിക്കാൻ നോക്കി മഷൂദ്. പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് കുറ്റിപ്പോലെ നിൽപ്പുണ്ടെന്ന ഭാവം പോലും പെണ്ണ് കാണിച്ചില്ല. കൈ വിറക്കുന്നുണ്ടെങ്കിലും പതിയെ അവളുടെ മൈലാഞ്ചി കൈയുമായി ഒന്ന് കോർക്കാനുള്ള ശ്രമം നടത്തി മഷൂദ്. ഊക്കോടുള്ളൊരു നുള്ളു കിട്ടിയ പിടച്ചിലൂടെ കൈ വലിച്ചെടുത്തവൻ. തൊണ്ട വരെ വന്ന ശബ്ദം വിഴുങ്ങിക്കൊണ്ടവൻ പതുക്കെ കൈയൊന്ന് കുടഞ്ഞു. ഇത്തവണ ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള നിലനിൽപ്പിന് മുഖം കൂർപ്പിച്ച് വെച്ചിരുന്നു അവൾ. ആരും കണ്ടില്ലെന്നുള്ള ആശ്വാസത്തോടെ ചുറ്റുഭാവം കണ്ണോടിച്ചപ്പോൾ സ്റ്റേജിൻ്റെ റൂഫിലേക്ക് നോക്കി ലൈറ്റിൻ്റെ എണ്ണമെടുക്കുകയാണ് സൽമാൻ. ചുണ്ടിലാ കള്ളച്ചിരിയും. അളിയനായിപ്പോയി, ഇല്ലിൽ ഒറ്റയടിക്ക് തീർത്തേനെ കുടുംബം കൽക്കി. മഷൂദ് പിറുപിറുത്തു. സുർമി, എടി ഒന്ന് നോക്കടി. കിട്ടിയൊരിടവേളയിൽ അവളുടെ ചെവിക്കരികിലായി ചാഞ്ഞുകൊണ്ട് പതിയെ മഷൂദ് കെഞ്ചി. സൗകര്യമില്ല. മുഖത്ത് പോലും നോക്കാതെ മറുപടിയും കിട്ടി. നോക്കുന്നില്ലെങ്കിലും അവളുടെ ശ്രദ്ധ തൻ്റെ മേലാണെന്ന് അറിവിൽ മഷൂദിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ദേ പെണ്ണെ, പഴയ പോലെയല്ല. നിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരം നിൻ്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് ഇത്ര ആളുകളെ സാക്ഷിയൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ട് 1/2 മണിക്കൂർ തികഞ്ഞിട്ടില്ല.
നിന്റെ ഉരുട്ടി വെച്ച മുഖം കണ്ടിട്ട് പിടിച്ചു വെച്ച് കളിക്കാനാ തോന്നുന്നേ. വെറുതെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. പതിയാണെങ്കിലും ശബ്ദത്തിൻ്റെ അധികാരം ഭാവം. ആ അധികാരത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ തൊട്ട വിവരം അറിയും. കുറുമ്പോടുള്ള മറുപടിയും വന്നു. എൻ്റെ സുറുമി, ഞാൻ വിളിക്കായിട്ടില്ല. നിന്റെ ആങ്ങളെ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഞാൻ നിന്നെ കിട്ടാൻ വിളിക്കുമ്പോഴൊക്കെ നീ മൗനവ്രതത്തിലായപ്പോൾ നോക്കിയില്ല, മിണ്ടിയില്ല. സഫയെ കാണാൻ വന്നപ്പോൾ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവനതൊക്കെ മുടക്കിക്കൊണ്ടിരുന്നേ. വാക്കുകളിൽ സൗമ്യത, മറുപടി തറപ്പിച്ചൊരു നോട്ടമാണ് കിട്ടിയത്. അത് കണ്ടതും അവനൊന്ന് പരിങ്ങി. സത്യമായിട്ടും നീ അവനോട് ചോദിച്ചു നോക്ക്. ഒന്നുകൂടെ അവനെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം സഫയെ ചിരിച്ചു സംസാരിക്കുന്ന സൽമാനെയാണ് പാളി നോക്കി സുറുമി. അവിടെ ഒന്നും അറിയാത്ത മറ്റ് നിഷ്കളങ്കമായ മുഖഭാവം. സൽമാനെയും കവച്ചു വെക്കുന്ന നിഷ്കളങ്ക ഭാവമാണ് ഇവിടെയും. ഇതിലിപ്പോൾ ആരെ വിശ്വസിക്കും? അവളൊരു നിമിഷം രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ഒന്ന് വിളിച്ചു പോലും നോക്കാതെ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? മാരങ്ങോടൻ. മഷൂദിനെ നോക്കിക്കൊണ്ട് അവൾ പിറുപിറുത്തു. സത്യം, അവളുടെ നോട്ടം കണ്ടതും അവൻ കണ്ണുകൊണ്ടും ചുണ്ടും കൊണ്ടും കെഞ്ചി. ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിയ സുറുമി മഷൂദിൻ്റെ അപ്പുറം നിൽക്കുന്ന സൽമാനെ ഒരു വലിക്ക് തൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ഒരു മുന്നറിയിപ്പില്ലാതെ ഇട്ടിരിക്കുന്ന സൂട്ടിനെ പിടിച്ചുള്ള വലിയാത്ത് കൊണ്ട് വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു സൽമാനെ. അത് ചെറിയൊരു തമാശക്ക് 2-3 തവണ നിന്നെ കിട്ടാൻ വിളിച്ചതാവൻ. ബാപ്പിച്ചോടുള്ള പിണക്കത്തിന് നീ എന്നോട് പോലും മിണ്ടാതിരുന്നില്ലേ? സഫയുമായി ഒന്ന് സംസാരിക്കാൻ വന്നപ്പോൾ കട്ടുറുമ്പായില്ലേ? അതിനുള്ളൊരു മറുപടി അത്രേ ഉള്ളൂ. കൂർപ്പിച്ചിട്ട് അവളുടെ നോട്ടം കണ്ടതും സൽമാൻ കുറ്റസമ്മതം നടത്തി. ബാക്കി അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തേക്കും. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.